തൊണ്ടി മുതൽ നശിപ്പിക്കൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ വിധിയിൽ കോടതിയുടെ ഗുരുതര പരാമർശങ്ങൾ. കുറ്റമാണെന്നറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടി മുതൽ വാങ്ങി. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജുവാണ്. തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നും വിധിയിൽ പറയുന്നു. വിധി പകർപ്പ് 24-ന് ലഭിച്ചു. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു. KS ജോസ തൊണ്ടി മുതൽ കൈമാറിയത് കോടതി ഉത്തരവില്ലാതെ. തന്റെ കക്ഷിയെ രക്ഷിക്കുവാൻ വേണ്ടി ആന്റണി രാജു കൃത്രിമം നടത്തി. കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവരെന്നും കോടതി. പ്രതികളുടെ പ്രവൃത്തി കേവലമൊരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. തെളിവ് നശിപ്പിക്കൽ ഒരു പ്രതിയെ അർഹമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ കാരണമായി. ഇത് നീതിയുടെ പരാജയമെന്നും കോടതി വിധിയിൽ പറയുന്നു. തിരുവനന്തപുരം MLAയും മുൻമന്ത്രിയുമായ ആന്റണി രാജുവിന് 3 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി KS ജോസിനും ഇതേ ശിക്ഷ തന്നെയാണ്. കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 വർഷം 10,000 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്, ഒരുമിച്ചല്ല അനുഭവിച്ചത്. ശിക്ഷാവിധിക്ക് പിന്നാലെ അപ്പീൽ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പിന്നാലെ 2 ആൾ ജാമ്യത്തിൽ 2 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. ശിക്ഷാവിധി ആന്റണി രാജുവിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. 1951 ജനാധിപത്യ നിയമപ്രകാരം ആന്റണി രാജു MLA സ്ഥാനത്തു നിന്നും അയോഗ്യനായി. ഉടൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കും. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും കഴിയില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.